ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് ഒരു 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 കൂട്ടിലെ കോഴി മൊത്തമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇന്നൊരു മന്തി, ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 5 ചിക്കൻ എടുത്തിട്ടുണ്ട്. 5 അല്ല 8 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ 5 ഇതിലിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതുപോലെ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെമ്പലിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് ഇനി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ഇത് ഞാൻ വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 3 കപ്പ് ബസ്മതി അരി വെള്ളത്തിൽ ഇട്ട് കഴുകി കുതിർക്കാനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം തിളയ്ക്കുമ്പോൾ നമുക്ക് കോരി കളഞ്ഞതിന് ശേഷം മസാലകളെല്ലാം നമുക്ക് ചേർത്ത് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മളെ ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് പുറത്തെടുക്കാം. ചിക്കൻ ഓപ്പൺ ആക്കുന്നു ഞാൻ. കണ്ടല്ലോ, നമുക്കിതെല്ലാം ഒന്ന് പുറത്തെടുക്കണം. ഈ ചിക്കനും ഈ പുറത്തെടുത്തിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുത്തിട്ട് അതിലാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. ആ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, ചിക്കൻ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്, ട്രേയിൽ മാറ്റി. ഇനി വെള്ളം ആ ചിക്കൻ അരിച്ച് വെള്ളം എടുക്കണം. കണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്തോട്ട് കരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട്. ഇതാ ചോറ് വയ്ക്കാൻ പോവുകയാണ്. ഒരു ചെമ്പിലോട്ട് ഞാൻ ചെമ്പ് വെച്ചു, അതിലോട്ട് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നെയ്യാണ്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നെയ്യ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ നെയ്യ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ നെയ്യ് ഇട്ട് കൊടുത്ത് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബൈ ലീവ്സും എല്ലാം ഇട്ട് നമ്മൾ ചിക്കൻ വേവിച്ച ചിക്കനാണ്. ആ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരുപാട് സ്പൈസീസ് ചേർത്ത് കൊടുക്കരുത്. ഒരല്പം ജീരകം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ച് മല്ലി, കൊത്തമല്ലി അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാറിലേക്ക്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 2 ചെറിയ സവാള ഞാൻ എടുത്ത് ഇതുപോലെ നീളത്തിന് അരിഞ്ഞതാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചില്ല, ആ വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ചിക്കൻ്റെ വെള്ളമാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം തിളച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്ക് അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബിസ്മില്ല, അരി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും വീത്തി ഇളക്കി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇതിൽ. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ച് നിങ്ങൾ ഒഴിക്കണം. അരി കൂടുതൽ കുതിർത്താൽ വെള്ളം നിങ്ങൾ കുറച്ചേ ഒഴിക്കാവൂ. അപ്പോൾ ഇതിലൊരു അല്പം കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കണ്ട, ഞാൻ ഇങ്ങനെയാണ് വെള്ളം കണക്ക് വെച്ച് നോക്കുന്നത്. കണ്ട, തവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വീണ് പോയില്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, നമുക്കിതിന് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇത് നല്ലതുപോലെ കുറച്ച് വെന്തതിന് ശേഷം നമുക്കിതിൽ കളറൊക്കെ ചേർക്കാനുണ്ട്. ചോറ് നമ്മൾ സ്റ്റീമിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ ചിക്കൻ വേവിച്ച് കോരി മാറ്റി വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഞാനൊരു ചട്ടിയിലോട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് എണ്ണ വെച്ച് തിളച്ച് കിടക്കേനും അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല, നമ്മളെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം. ചിക്കൻ നമുക്കൊരു ഫ്രൈയിലോട്ട് ഒന്ന് കോരി മാറ്റി കൊടുക്കാം. ഞാൻ ചിക്കൻ ഒന്ന് കോരി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇതേ കളറേ ആവാവൂ, ഇത് കൂടുതൽ കളറാവരുത്. കണ്ട, ഒരു ഇതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കണ്ടല്ലോ, നമ്മളെ ചോറ് ഇവിടെ ഒരുവിധം തയ്യാറായെന്നൊന്നും തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കണ്ടല്ലോ ചോറ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വേവാതെ ഇങ്ങനെ റൈസ് കിടക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഇട്ട് കൊടുക്കണം. അത് ഒരുപാട് പ്രാവശ്യം ഒന്നും നിങ്ങൾ ചോറ് ഇളക്കരുത്. ചോറ് ഇളക്കിയാൽ ചോറ് പൊടിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ളത് കളറൊക്കെ ചേർക്കാൻ. കണ്ടല്ലോ, ഇനി ആ ചോറ്റിലോട്ട് ഞാനൊരു 5-8 പച്ചമുളക് ഞാൻ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് കണ്ട പച്ചമുളക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് മഞ്ഞ കളറാണ്. ഇത് മഞ്ഞ ഫുഡ് കളർ ഞാൻ കലക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. എനിക്ക് എളുപ്പമുണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിലോട്ട് ഒഴിക്കണം ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതുപോലെ ഞാൻ അങ്ങോട്ട് ഇറ്റിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കണ്ടൊക്കെ മഞ്ഞ കളർ 2 കളറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആ മഞ്ഞ കളറിൻ്റെ കൂട്ടത്തിൽ ഒരു ടേസ്റ്റിന് വേണ്ടി കുങ്കുമപ്പൂ ഇട്ടിട്ട് കുറച്ച് ഒരു 2-3 ടീസ്പൂൺ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മഞ്ഞ കളറായാലും കുഴപ്പമില്ല. അപ്പോൾ ആ മഞ്ഞ കളറിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. കണ്ട, കുങ്കുമപ്പൂ ഇട്ട വെള്ളമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഫ്ലേവറാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഞാനിതിൽ നാരങ്ങ ഒന്നും ഒഴിക്കുന്നില്ല. ഒരു നാരങ്ങ ഇതിനകത്തോട്ട് പുഴിഞ്ഞൊഴിക്കും. ഉണക്ക നാരങ്ങ ഞാൻ ഇതിൽ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇനി അടുത്തത് ഫുഡ് കളർ ചുവപ്പാണ്. അത് ഇതിലോട്ട് ഒന്ന് ഇങ്ങനെ 2-3 വരിയായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു വെറൈറ്റി കളറും കിട്ടും, മഞ്ഞയും ചുവപ്പുമായിട്ട് കിട്ടും. കണ്ടല്ലോ, ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നീ സ്പൂണിൽ അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നല്ല ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിക്കൂലേ, അതുപോലെ ഇറ്റിച്ചു കൊടുക്കണം. ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ഇറ്റിച്ചു കൊടുക്കണം. നിങ്ങൾ കണ്ടല്ലോ. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. കളറെല്ലാം ഒഴിച്ച് ഇനി ഒരു സ്മോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കണ്ട നോക്കിക്കാണ്.
ഞാൻ 2 കഷ്ണം കരി എടുത്ത് കത്തിച്ചതാണ്. സ്മോക്കിലാണ്, ഇത് കരിയാണ്. കരി എടുത്തിട്ട് ഞാൻ കത്തിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് സ്മോക്കിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ റൈസ്. ഒരു രക്ഷയില്ലാത്ത റൈസാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ കരിക്കകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെയ്യ് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു അല്പം നെയ്യ് ഈ കരിയിലോട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്മോക്കിഡ് വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് ചോറ്റിന്. ഇനി നമുക്കിതൊന്ന് വെച്ച് അലൂമിനിയം ഫോയിൽ വെച്ച് മൂടി കൊടുക്കണം. അല്ല, എന്നിട്ട് അലൂമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് മൂടി കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് സ്റ്റീമിലോട്ട് നമുക്ക് ഈ ചോറ് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഈ ചോറ് ഇങ്ങനെ സ്റ്റീമിൽ കിടക്കട്ടെ. ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചോറ് സർവ് ചെയ്യാം. നമ്മളെ ചിക്കൻ ഇവിടെ എല്ലാം ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുത്താലോ? സർവ് ചെയ്യാൻ പോകാം. നമുക്ക് ചോറ് ഒന്ന് സർവ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ആക്കി ചോറ് ഇവിടെ തയ്യാറായി. നമുക്ക് ഓപ്പൺ ആക്കാം. വാവ്, കണ്ടല്ലോ. ചോറ് നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിൽ കിടക്കുന്ന പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് പറക്കി മാറ്റി കൊടുക്കണം. കണ്ടല്ലോ ചോറ്. നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് സർവ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ വലിയ ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ ഒരു പാർട്ടി പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കിയേ ചോറ്. ഒരേ ചോറ് നമുക്ക് കൈ കൊണ്ട് ഓരോ ചോറ് ഓരോ ഇഞ്ച് വീതം ഉണ്ട്. എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഒരേ ചോറുണ്ടോ. ഇതിലോട്ട് നമുക്ക് പാർട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. എനിക്കിന്നിവിടെ പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തന്നാലേ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ വെച്ചെടുക്കാം. നോക്കിക്കേ, നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കനാണ്. കണ്ടു നോക്കിക്കേ. ഇതുപോലെ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം മക്കളെ. നോക്കിക്കേ, കണ്ട മക്കളെ. ചെറിയ പച്ചമുളകും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഫ്രൈ ഒനിയനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ഫ്രൈ ഒനിയൻ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും എടുക്കാൻ വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു കേട്ടോ. ഒരുപാട് ലോങ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൈ ഒനിയൻ നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ട, കുറച്ച് ഫ്രൈ ഒനിയൻ. അപ്പോൾ നല്ല ഒരു ചോറൊക്കെ കോരുമ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടും. കണ്ട. ഇനി നമുക്ക് വേണമെന്നത് നമുക്ക് നട്ട്സ് അങ്ങനെയുള്ള എന്ത് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഫ്രൈ ഒനിയൻ, ഇനി 2 പീസ് നാരങ്ങയും കൂടെ അവിടോട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരേ പീസ് നാരങ്ങയും കൂടെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാൻ. ഈ പാർട്ടി റൈസാണ്. നോക്കിക്കേ. ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.